എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭാസ്കരൻ അറക്കൽ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാരും ഉണ്ടായിരുന്നു ഭാസ്കരനെ സ്വീകരിക്കാനായിട്ട്. ഇപ്പൊ പിന്നീട് പ്രിയ അടുത്തേക്ക് ചെല്ലുവാണ്. അരയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും ഭാസ്കരൻ പ്രിയനെ ചേർത്ത് പിടിക്കുവാണ്. ആ കാഴ്ച കണ്ടതും ഒരു നിമിഷം രാധികാമ്മ ഒന്നും ഞെട്ടിപ്പോയി. എന്റെ ഭഗവാനെ, ഒരു വശത്ത് വരണ, ഒരു വശത്ത് പ്രിയമോള്. ഇതൊക്കെ കണ്ടിട്ട് രാധയ്ക്ക് സഹിച്ചില്ല. തന്റെ ആദ്യ ഭർത്താവാണ് ഈ പറയുന്ന ഭാസ്കരൻ എന്ന് പറഞ്ഞാല്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്നെ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ? അങ്ങനെ മനസ്സിലായിട്ട് വഴിയില്ല. കണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്. പിന്നീട് ഭാസ്കരൻ അവിടെ നിൽക്കുന്ന സമയത്ത് രഞ്ജു അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. രഞ്ജു അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ നെഞ്ചത്ത് ഇങ്ങനെ കൈവച്ചോ എന്തോ വെപ്രാളപ്പെടുവാണ്. ആ സമയത്ത് രഞ്ജു ചോദിച്ചു, എന്താ അങ്കളെ, എന്ത് പറ്റിയെന്ന് ചോദിക്കാം. എന്താണെന്നറിയത്തില്ല, എന്റെ നെഞ്ചിന് പടപടാ ഒരു ഇടിപ്പെന്ന് പറഞ്ഞിട്ട് രഞ്ജുവിന്റെ കൈയങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയത്ത് ഗോവിന്ദ് ഗീതയോട് പറഞ്ഞ്, കണ്ടില്ലേ, രക്തത്തെ തിരിച്ചറിയുന്ന കണ്ടോ? സ്വന്തം മോൾ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അയാളുടെ ഹൃദയത്തിൽ ഒരു ഇടിപ്പുണ്ടായത് കണ്ടോ? ഇതാണ് ചോരബന്ധം, രക്തബന്ധം എന്ന് പറയണം. പിന്നീട് രഞ്ജുവിന്റെ കൈ പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ, ഈ പ്രായത്തിലുള്ള എനിക്കൊരു മകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതോർത്ത് ടെൻഷനായി പോയെന്ന് പറയാം. ഓ, അങ്ങനെയാണല്ലേ. കാരണം രഞ്ജുവിനോട് പറയാൻ പറ്റില്ലല്ലോ നീ എന്റെ മോളെന്നുള്ള കാര്യം. കാരണം അങ്ങനെ രഞ്ജു സ്വന്തം മോളാന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ കയറി പറ്റിയിരിക്കുന്നേ. പക്ഷേങ്കില് ഈ സമയത്ത് ഗീതു സംശയത്തോട് നോക്കുവാണ്. എന്തൊക്കെയോ ഒരു കള്ളത്തരമുണ്ട്. കാരണം ഇതൊന്നുമല്ല, രഞ്ജു ഇയാളുടെ മോളാണോ എന്ന് നല്ല സംശയമുണ്ട്. ഇയാൾ എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്ന പോലെ ഒരു മനസ്സിലൊരു ഫീൽ ചെയ്യുവാണ്. ഈ സമയത്ത് ഭാസ്കരൻ മനസ്സിൽ പറഞ്ഞു, എന്റെ ഉദ്ദേശങ്ങളൊക്കെ അങ്ങനെ നടന്നിരിക്കുന്നു. ഞാൻ അറക്കൽ വീട്ടിൽ കയറി പറ്റിയിരിക്കുന്നു. ഇനിയാണ് അടുത്ത കളി ഞാൻ കളിക്കാൻ പോകുന്നത്. ആ സമയം വരുൺ പറഞ്ഞു, അതെ അങ്കളെ, നമുക്ക് അകത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും പ്രിയ പറഞ്ഞു, ഞാനും കൂടെ വരാം, ഞാൻ മുറി കാണിച്ചു തരാൻ വരാന്ന് പറയണേ. വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യുവാണ്, വരുൺ തന്നെ അങ്ങനെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. ആ സമയം രാധികാമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തിനായിരിക്കും ഭാസ്കരൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കുക? അതിന്റെ പിന്നിൽ ഉദ്ദേശലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേങ്കില് താൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടാണോ, അതോ ഇനിയിപ്പം വേറെന്തെങ്കിലും ഉദ്ദേശമാണോ? ഷേണാസ് ഗ്രൂപ്പിൽ എങ്ങനെ ഭാസ്കരേട്ടൻ കയറിപ്പറ്റി, അത്ര വലിയ ഉയർന്ന പൊസിഷനിൽ എത്താൻ എങ്ങനെ സാധിച്ചു എന്നൊക്കെ ചിന്തിച്ച് രാധിക നിൽക്കുകയാണ്. ആ സമയം ഭാസ്കരൻ വരണും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. പക്ഷെ രാധിക ഓർത്തു, ഭാസ്കരേട്ടനെ കണ്ണു കാണത്തില്ലോ, അതുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ. അപ്പോഴേക്കും ഭാസ്കരൻ അവിടെ വന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് മറച്ചു പിടിച്ച് ഇങ്ങനെ നോക്കുകയാണ് അങ്ങോട്ടേക്ക്. വരുൺ ചോദിച്ചു, എന്താ അങ്ങളെ നോക്കണമെന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ അവിടെ ഒരു രൂപം നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് പറയണം. പെട്ടെന്ന് രാധിക എന്ത് ചെയ്തു, രാധിക മുഖം അങ്ങനെ തലമുടി വെച്ച് അങ്ങോട്ട് മറച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോകാൻ നോക്കണം. ദൈവമേ, ഇനി അങ്ങനെ ഇത്തിരി എങ്ങാനും ഭാസ്കരേട്ടന് തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു തന്റെ കാര്യം. താൻ ഇവിടെയാ ഇങ്ങനെയെന്നൊക്കെ മനസ്സിലാവും ചെയ്യും. അതൊരു കാരണവശാലും പാടില്ല. ഇപ്പൊ ഭാസ്കരേട്ടന് പിടി കൊടുക്കരുത് എന്നൊരു ചിന്തയോട് കൂടിയിട്ട് രാധികാമ്മ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും വരും പറഞ്ഞു, അത് പിന്നെ എന്റെ അമ്മയെന്ന് പറയണ. അമ്മയോ? ഇത് കേട്ടതും രാധികാമ്മ പറഞ്ഞു, ഞാനിവിടുത്തെ വേലക്കാരിയാന്ന് പറയണ. വേലക്കാരിയാണോ? അന്നൊരു കാര്യം ചെയ്യാം, വേലക്കാരുടെ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് മുറിയിലേക്ക് വരാൻ പറ മോനെ എന്ന് വരുണിനോട് പറയണം. രാധികാമ്മ ജീവനും കൊണ്ട് പോവാണ്. ഭാസ്കരൻ നോക്കി ഒരു ചിരിയൊക്കെ ചിരിക്കുകയാണ്. ഭാസ്കരന് കണ്ണു കാണാന്നുള്ള കാര്യം രാധികാമ്മയ്ക്ക് അറിയില്ലല്ലോ. പിന്നീട് ഗീതവും ഗോവിന്ദും കൂടെ മുറിയിലേക്ക് വരുവാണ്. ആ സമയം ഗീതു ഗോവിന്ദനോട് പറഞ്ഞു, എവിടേക്ക് എന്തൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു ഗോവിന്ദേട്ടാന്ന് പറയാം. അതെന്താ അങ്ങനെ? എന്തോ എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ സത്യദാസിനെ എന്ന് പറയണം. എന്താ, നിനക്ക് പിന്നെ എല്ലാം കാണുന്നല്ല മഞ്ഞയായിട്ടല്ലേ തോന്നുള്ളൂ എന്ന് പറയാം. അതുകൊണ്ടല്ല. ഇനിയിപ്പം നിന്റെ വിജയലക്ഷ്മി അമ്മയുടെ ഭർത്താവാന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് അതും കൂടെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും നിനക്ക് സംശയരോഗമായിരിക്കും അല്ലേന്ന് ചോദിക്കാം. പിന്നെ എന്റെ അമ്മ ഇങ്ങനെ ഇന്ന് വരെ എന്നോട് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ അമ്മേനെ വിശ്വാസമാണ്. നിന്റെ അമ്മേനെ നീ വിശ്വസിക്കുന്നോണ്ടായി പ്രശ്നങ്ങളൊക്കെ, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് രഞ്ജുവിന്റെ അച്ഛൻ തന്നെയാന്ന്. പിന്നെ നിനക്ക് വിശ്വസിച്ച എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. എനിക്കെന്തോ ഒരാൾ അത്രയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ തോന്നില്ല. അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുള്ള പോലെ എനിക്ക് തോന്നുക. കുഴപ്പമില്ല, ഞാനിത് വാച്ച് ചെയ്ത് കണ്ടുപിടിച്ചോളാം. പിന്നെ കണ്ണേട്ടാ, ഒരാളെ ആദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കല്ലേ. അയാൾ എന്തിനാ ഏതിനാ ഇങ്ങോട്ട് വന്നേന്നൊക്കെ അറിയണം. ഒരുപക്ഷെ അയാളുടെ ഉദ്ദേശലക്ഷ്യം എന്താണെന്നും അറിയണമെന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, നീ അയാളെ വിശ്വസിക്കേണ്ട, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ അയാളെ വിശ്വസിക്കും. കാരണം ഇയാളോട് അത്രയുള്ള വിശ്വാസം പോലും എനിക്ക് എന്റെ പെറ്റമ്മയോടില്ല. എന്നോട് ചെയ്തിട്ട് പോയ ചതി എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി, അതോടൊപ്പം തന്നെ
ഒരു കുട്ടിയെ ഉണ്ടാക്കി എന്തിനിറങ്ങിപ്പോയി ഇപ്പോഴും എൻ്റെ അച്ഛനെ ഇട്ടിട്ട് എനിക്ക് അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ഒരിക്കലും എൻ്റെ അമ്മേനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയാ. വേണ്ട, കണ്ണേട്ടം വിശ്വസിക്കണ്ട. പക്ഷേങ്കില് എന്തെങ്കിലും കള്ളത്തരം ഉണ്ട് തെളിവ് സഹിതം ഞാൻ കണ്ടുപിടിച്ച് മുമ്പിൽ കൊണ്ട് തരും, അപ്പം വിശ്വസിച്ചാൽ മതി എന്ന് പറയണം. ആയിക്കോട്ടെ, ഉത്തരവ് ഞാൻ കേട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ കളിയാക്കാണ്. ഗീതു പറഞ്ഞു, അത്രയ്ക്ക് എന്നെ കളിയാക്കൊന്നും വേണ്ട എന്ന് പറയാണ്. പിന്നീട് സത്യദാസ് എന്ത് ചെയ്യുവാണ്, അനാർക്കലിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഈ സമയം അനാർക്കലി യാത്രയിലായിരുന്നു. അനാർക്കലിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ അറക്കൽ വീട്ടിലെത്തിയെന്ന് പറയണം. അറക്കൽ വീട്ടിലോ? അവിടെ നിങ്ങൾ എങ്ങനെ കയറി പറ്റി ഭാസ്കരാന്ന് ചോദിക്കുക. ഈ ഭാസ്കരനെ കയറി പറ്റാനാണോ പറ്റില്ലാത്ത, സാധിക്കില്ലാത്ത? അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്ന് ചോദിക്കുക. അല്ല, അവിടെ കയറി അവിടെ നിങ്ങളാരും ഒന്നും പറഞ്ഞില്ലേ നിൽക്കും പറയാനായിട്ടോ? ഈ പറയുന്ന ഗോവിന്ദ് തന്നെയാണ് എന്നെ കൊണ്ടുപോയത്. ഞാൻ ഷേണായ്സ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതെങ്ങനെ അങ്ങനെ സാധിച്ചു? അതിന്റെ ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുവാണെങ്കിൽ നാളെ നീ ഇങ്ങോട്ട് കയറി പറ്റാൻ ശ്രമിക്കില്ലേ? അതുകൊണ്ട് അതിന്റെ കാര്യമില്ല അനാർക്കലി. അതിപ്പോ അതിന്റെ ട്രിക്സ് ഒന്നും ഞാൻ നിനക്ക് പറഞ്ഞുതരാൻ പോകുന്നില്ല. പക്ഷെ ഞാനിവിടെ കയറി വന്നതിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാന്ന് പറയണം. ഞാനിവിടെ രാധികനെ കണ്ടെന്ന് പറയാം. ഓ, രാധികനെ പേടിപ്പിക്കാനാണോ ഇത്ര റിസ്ക് എടുത്തു പോയത്? അതിന്റെ കാര്യമില്ല ഭാസ്കര. അവിടെ ഇരിക്കുന്ന രാധികനെ ഞാൻ പേടിപ്പിക്കാറുണ്ട്, ഗോവിന്ദ് പേടിപ്പിക്കാറുണ്ട്, പിന്നെ അവരുടെ മകനും മരുമോളും ഒക്കെ പേടിപ്പിക്കാറുണ്ട്. എന്തിനേറെ പറയുന്നു, ഭദ്രം വരെ പേടിപ്പിക്കാറുണ്ട്. പിന്നെ ആ കാര്യത്തിൽ ഇത് വേണ്ട. അവളെ പോലെയുള്ള ഒരു പെണ്ണിനെ പേടിപ്പിക്കാനാണെങ്കിൽ ഇത്ര റിസ്ക് എടുത്ത് അങ്ങോട്ട് കയറേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വെറുതെ ഒന്ന് നോക്കിയാൽ മതി, അവള് പേടിച്ചോളൂ എന്ന് പറയണം. ഇത് കേട്ടതും ഭാസ്കരൻ പറഞ്ഞു, അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രം അനാർക്കലി. ഞാൻ രാധികേനെ വെച്ചിട്ട് കളി കളിക്കുക. ഈ സർക്കസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഈ ബഫൂണുകളെയൊക്കെ വെച്ചിട്ട് ആദ്യം കളിക്കൂലേ എന്ന് പറഞ്ഞ പോലെ അതുപോലൊരു കളിയാണ് ഞാനും കളിക്കാൻ പോകുന്നത്. ആദ്യം ഞാനൊരു കളി അങ്ങോട്ട് കളിക്കും രാധികേനെയൊക്കെ വെച്ചിട്ട്, പിന്നെയാണ് എൻ്റെ ഒറിജിനൽ കളി തുടങ്ങാൻ പോകുന്നത്. എങ്ങനെ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാന്ന് പറയാം. ഈ സമയം ഗീതു ഭാസ്കരന്റെ മുറിയുടെ ഫ്രണ്ടിലേക്ക് വരുവാണ്. അകത്തും സംസാരം കേൾക്കാം. ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം കഥയെ മുട്ടാൻ തുടങ്ങി ഗീതു. കഥ നോക്കിയപ്പോൾ ലോക്കിട്ട് വെച്ചിരിക്കുക. ഇങ്ങേരെന്തിനെ കഥവ് ലോക്കിട്ട് വെച്ചിരിക്കുന്നത്? ആകെപ്പടെ കൺഫ്യൂഷനായി ഗീതുവിന്. ഗീതു പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അകത്തെ സംസാരം നിലച്ചു കഴിഞ്ഞപ്പോൾ ഗീതു കഥയെ മുട്ടുവാണ്. 2-3 വട്ടം മുട്ടി കഴിഞ്ഞപ്പോഴത്തേനും കഥ തുറന്നു. അല്ല, ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, നിങ്ങൾ എന്തിനാ കഥവ് കുറ്റിയിട്ടെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ വെറുതെ. നിങ്ങൾ അകത്ത് എന്തെടുക്കുമായിരുന്നു? അത് പിന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമായിരുന്നു. വെറുതെ നിങ്ങൾ ഫോൺ ചെയ്യുമല്ലായിരുന്നു ചോദിക്കും. കണ്ണ് കാണാൻ പാടില്ലാത്ത നിങ്ങൾ എങ്ങനെ ഫോൺ ചെയ്യുന്ന ചോദിക്കുക. അത് കേട്ടതും ഭാസ്കരന് ഒരു ഞെട്ടലുണ്ടായി. ഇവളാദ്യം ബുദ്ധിമതിയാന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ മുറിക്കാത്തിരിക്കുമ്പോൾ കഥ അടയ്ക്കേണ്ട കാര്യമില്ല, കഥവ് തുറന്നിടണം. കാരണം നിങ്ങൾക്ക് അകത്ത് വെച്ച് എന്തെങ്കിലും സംഭവിച്ചോ പോയിട്ടുണ്ടെങ്കിൽ, കണ്ണ് കാണാൻ വയ്യ സംഭവിച്ചു പോയാൽ ആൻസർ കൊടുക്കണം ഞങ്ങളാണ്. അതുകൊണ്ട് അതൊരു കാരണവശാലും പാടില്ല, കഥവ് തുറന്നിടണമെന്നൊക്കെ പറയണം. ശരിയെന്ന് പറയണം. ഗീതു പിന്നീട് സംശയത്തോടുകൂടി ഭാസ്കരനെ നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് ഭാസ്കരൻ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. ഇവളെ സൂക്ഷിക്കണം, ഇവളിങ്ങനെ ഉടുമ്പ് പിടിക്കുന്ന പോലെ തന്നെ വിടാതെ പിടികൂടിയിരിക്കുക. ഇവളാള് ബുദ്ധിമതിയാന്നുള്ള കാര്യം ഭാസ്കരന് മനസ്സിലായി. പിന്നീട് അനാർക്കലി നേരെ വിജയലക്ഷ്മിനെ കാണാനായിട്ട് വരുവാണ്. പിന്നീട് വിജയലക്ഷ്മിയോട് പറഞ്ഞു, അവിടെ കയറി പറ്റുന്നുണ്ട് ഭാസ്കരൻ അറക്കൽ വീട്ടിൽ നിന്ന് പറയണം. വിജയലക്ഷ്മിക്ക് എന്തും മറുപടി പറഞ്ഞു നടത്തില്ല. എനിക്കറിയായിരുന്നു അനാർക്കലി, നീയും കൂടെ ചേർന്നിട്ടേ കളികളൊക്കെ നടത്തുന്നല്ലേ? നീ ഭാസ്കരനോടൊപ്പം ചേർന്ന് അയാളെ അറക്കൽ വീട്ടിലേക്ക് വിട്ട് നീയല്ലേന്ന് ചോദിക്കണം. വിജയലക്ഷ്മി, വെറുതെ ഇല്ലാത്ത കാര്യം പറയണ്ട, എനിക്ക് അതിന്റെ ആവശ്യം എന്താ ഇരിക്കണേന്ന് ചോദിക്കാം. എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചാണ്ടല്ലോ എന്ന് വിജയലക്ഷ്മി അനാർക്കലിയോട് പറയണം. നിന്റെ കുടുംബം? അതെങ്ങനെ നിന്റെ കുടുംബം? അതെ, എന്റെ കുടുംബം തന്നെയാണ് ഇപ്പോഴും. ഞാന് മാധവൻ നായരുടെ ഭാര്യയായിരുന്നുള്ള കാര്യം നിനക്കറിയാലോ. പിന്നെ എന്റെ മകനാ ഗോവിന്ദ്, അതുകൊണ്ട് ഇപ്പോഴും അത് എന്റെ കുടുംബം തന്നെയാ. ഓ ശരി ശരി, സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷേങ്കില് ഭാസ്കരനെ അങ്ങോട്ട് കയറ്റിവിട്ട ഞാനല്ല വിജയലക്ഷ്മി എന്ന് പറയണം. നീ അല്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എനിക്കറിയാം നിന്റെ മനസ്സിന്റെ വെപ്രാളം വിഷമം എന്താന്ന്. ഇത് കേട്ടപ്പോ വിജയലക്ഷ്മി പറഞ്ഞു, അയാൾ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തന. സ്വന്തം ഭാര്യയെ എന്റെ ഭർത്താവിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അയാൾ മുറുക്കി കാവല് നിന്നവൻ അയാൾ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കാൻ കൊള്ളില്ല. നിനക്കിട്ട് തന്നെ അയാൾ പണി തരുമെന്ന് അനാർക്കലിയോട് വിജയലക്ഷ്മി അറിയാം. ഇത് കേട്ടപ്പോ അനാർക്കലിയോട്, എനിക്കറിയാം വിജയലക്ഷ്മി, അത് അയാൾ ഒരു കൊള്ളരുതാത്തവനാന്നറിയാം. ഒരു പക്ഷെ അയാൾ എന്നെ ആയിരിക്കും ആദ്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. എനിക്കറിയാം. നിന്നെപ്പോലെ തന്നെ അയാളെ ഞാനും ഭയക്കുന്നുണ്ട്. അയാൾ എന്തിനും വന്നാന്ന് പോലും അറിയില്ല. ഒരു കാര്യം ചെയ്താലും വിജയലക്ഷ്മി, നമുക്ക് 1-2 ദിവസം ഒരു ട്രിപ്പ് പോയാലോന്ന് ചോദിക്കാം. ട്രിപ്പ് പോകാനോ? അതെ, ഇപ്പോഴത്തെ ഈ അന്തരീക്ഷമൊക്കെ മാറിയിട്ട് ആ പഴയ കൂട്ടുകാരായിട്ട്, പഴയ നമ്മൾ എത്രമാത്രം ഫ്രണ്ട്സ് ആയിരുന്നു, അതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഇനിയും കൊണ്ടുപോയാലോന്ന് ചോദിക്കാം. വേണ്ട വേണ്ട, നീയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആഗ്രഹിക്കുന്നില്ല അനാർക്കലി. കാരണം എൻ്റെ മനസ്സിൽ ഇപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊന്നും അല്ല. അറിയാലോ, എനിക്ക് വേറെ പല ചിന്തകളുണ്ട്. എൻ്റെ മോളെക്കുറിച്ച് അങ്ങനെയൊക്കെ പല ചിന്തകളുണ്ടെന്ന് പറയാം. അല്ല,
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വിജയലക്ഷ്മി, നിന്റെ കല്യാണം കഴിഞ്ഞ് നിനക്കൊരു മോളും ഉണ്ടായെന്ന് അറിഞ്ഞു, പിന്നെ നീ എന്തിനാ അയാളെ ഉപേക്ഷിച്ച് പോയെന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടൻ വിജയലക്ഷ്മി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും പറയാൻ ഇപ്പം ഞാൻ ആളല്ലെന്ന് പറയണം. അനാർക്കലി, നീ ഒരു കാര്യം സൂക്ഷിച്ചോ, എപ്പോഴാണ് ഭാസ്കരൻ നിന്റെ അടുത്തേക്ക് വരുന്നത് പറയാൻ പറ്റില്ല. അനാർക്കലി പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഞാൻ അയാളെ ഇല്ലാതാക്കും, എനിക്ക് അയാളെ നന്നായിട്ടറിയാം, ആരെക്കാളും ഉപരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനാർക്കലി അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നീട് വിജയലക്ഷ്മി വീട്ടിലേക്ക് വരുവാണ്. ഈ സമയം ഗീത വിജയലക്ഷ്മിനെ കാണാനായിട്ട് അവിടെ വീട്ടിൽ ചെമ്പകശ്ശേരി വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഗീതനെ കണ്ടതും വിജയലക്ഷ്മി ഒരു പതിർച്ചയുണ്ടേ, അല്ല മോളോ എപ്പോ വന്നെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീത പറഞ്ഞു, പണ്ടത്തെ നമ്മുടെ കെമിസ്ട്രി വെച്ചാണ് ഞാൻ പറഞ്ഞേനും, വന്നിട്ട് കൊല്ലം കുറയായെന്ന്, പക്ഷെ ഇപ്പൊ അതിനുള്ളൊരു മൂടൊന്നും അല്ലാന്ന് പറയാണ്. പിന്നീട് ചോദിച്ചു, അല്ലമ്മേ സത്യം പറ, അമ്മ എന്നോട് ഇത്ര നാളെ എല്ലാ സത്യങ്ങളൊക്കെ എന്താ മറച്ചു വെച്ചെന്ന് ചോദിക്കും. എന്താ മോളെ, അല്ല രഞ്ജുവിന്റെ അച്ഛനാന്ന് ആരാന്നുള്ള സത്യം അത് പലപ്പോഴും ചോദിച്ചാ, പക്ഷെ അന്നൊന്നും അമ്മ പറഞ്ഞിട്ടില്ല, മരിച്ചു പോയെന്നാ പറഞ്ഞേ. പക്ഷെ ഇപ്പോഴാണ് പുതിയ ഒരാൾ അവതാരം എടുത്തിരിക്കുന്നു, പക്ഷെ എനിക്ക് അത്ര കൂടെ വിശ്വാസം വന്നിട്ടില്ല. സത്യം പറയാമേ, അയാൾ എങ്ങനെ രഞ്ജുവിന്റെ അച്ഛനായെന്ന് ചോദിക്കുക. അമ്മ പറഞ്ഞിട്ടുണ്ട്, മാധവൻ നായരുടെ സ്നേഹം ഒരു അവസാനം ഒരു വിഷമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ അതിന് ശേഷമാണോ ഈ ഭാസ്കരൻ എന്ന് പറയുന്ന, അല്ല സത്യദാസൻ എന്ന് പറയുന്ന ആളെ അമ്മ കൂടെ കൂട്ടിയെന്നൊക്കെ ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം വിജയലക്ഷ്മി പെട്ടെന്നൊരു കള്ളത്തരം പറയാൻ തീരുമാനിച്ചു, ഒരു കള്ളക്കഥ ഉണ്ടാക്കി. അതെ മോളെ, ശരിയാ, ഈ പറയുന്ന സത്യദാസ് എന്റെ ഭർത്താവായിരുന്നു പറയണം. അത് വിജയലക്ഷ്മി മുഖത്ത് നോക്കിയല്ല പറയുന്നത്, താഴേക്ക് നോക്കിയാ പറയുന്നത്. ഗീതിന് കള്ളത്തരം മനസ്സിലായി. ഗീത പറഞ്ഞ, അമ്മേനോട് കള്ളത്തരം പറയണ്ട, ഇത്ര സമയം അമ്മ പറഞ്ഞെല്ലാം കള്ളത്തരമാണെന്ന് മനസ്സിലായി. കാരണം അമ്മ എന്റെ മുഖത്ത് നോക്കിയല്ല സംസാരിക്കുന്നത്, അമ്മ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്തോണ്ട് എനിക്കറിയാം അമ്മ പറയുന്ന എല്ലാം കള്ളത്തരമാണ്. കണ്ണേട്ടന് 2 ചോദ്യമേ ഉള്ളൂ, ഒന്ന് രഞ്ജു എങ്ങനെ ഉണ്ടായി, പിന്നീട് അമ്മ എന്തിന് കണ്ണേട്ടന്റെ അച്ഛനെ ഉപേക്ഷിച്ചു പോയി. ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണം. ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ മാത്രമേ അമ്മ പറയുന്നൊക്കെ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയാം. അവസാനം വിജയലക്ഷ്മി ഗീതുവിന് മുന്നിൽ തോറ്റു കൊടുക്കേണ്ടതായിട്ട് വന്നു. വിജയലക്ഷ്മി പറഞ്ഞു, അത് പിന്നെ ഇനി എനിക്ക് മറച്ചു വെക്കാൻ പറ്റില്ല, ഒരു കാര്യം നിന്നോട് ഞാൻ തുറന്നു പറയാം. എന്റെ മനസ്സിൽ കുറെ രഹസ്യങ്ങളുണ്ട്, അതൊക്കെ നിന്നോട് തുറന്നു പറയണം, തുറന്നു പറയാൻ പറ്റുന്ന സമയമാകുമ്പോൾ ഞാൻ തുറന്നു പറയാന്ന് പറയാ. അവസാനം ഗീത പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് പറ്റില്ലമ്മേ, എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കുന്നേ, അതുവരെ എല്ലാരും ആ വീട്ടിലുണ്ടാവുന്ന പോലും അറിയത്തില്ല, ഒരു ബോംബിന്റെ പുറത്താ ഞങ്ങളിപ്പോ എല്ലാരും അറക്കൽ വീട്ടിൽ ഇരിക്കണേ എന്ന് പറയാണ്. സത്യദാസ് എന്ന് പറയുന്ന ബോംബിന്റെ പുറത്ത്. ഇത് കേട്ടവര് ഞെട്ടലോടുകൂടി വിജയലക്ഷ്മി ഗീതനെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.